പൊരിവെയിലും കനത്ത മഴയുമൊക്കെ അവഗണിച്ച് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുന്ന മനുഷ്യർക്ക് അല്പസമയം വിശ്രമിക്കാൻ സമയവും ഇടവുമുണ്ടോ? അത്തരത്തിലുള്ള മനുഷ്യർക്കായി കരുതലിന്റെ ഇടമൊരുക്കുകയാണ് ചെന്നൈ മഹാനഗരം. ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ചെന്നൈ അണ്ണാ നഗറിൽ തയ്യാറാക്കിയ പ്രത്യേക ലോഞ്ചിന് മുന്നിലാണ് ഞങ്ങൾ ഉള്ളത്. ഇവിടെ തൊഴിലാളികൾക്ക് പ്രവേശനം സൗജന്യമാണ്. തൊഴിലാളികളുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് ഇത് തയ്യാറാക്കിയത് എന്നുകൂടി അറിയണം. പുറത്തെ പൊള്ളുന്ന ചൂടിൽ നിന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വലിയ ആശ്വാസം. നമുക്ക് കാണാം, AC മുറിയാണ്, നല്ല തണുപ്പുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരേ സമയം 25 പേർക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും. ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. നമുക്കറിയാം, ഈ തൊഴിലാളികൾക്കൊക്കെ ഫോൺ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു സമയം 6 ഫോണുകൾ ചാർജ് ചെയ്യാവുന്ന നിലയിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. അതോടൊപ്പം തന്നെ കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട്. ശുദ്ധജലം, തണുത്ത വെള്ളമുണ്ട്. അതോടൊപ്പം തന്നെ ചൂടുവെള്ളവും ലഭിക്കാനുള്ള ക്രമീകരണമുണ്ട്. ശുചിമുറിയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ള ശുചിമുറികൾ ലഭ്യമാണ്. വനിതകൾ അടക്കമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ 24 മണിക്കൂർ സമയവും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കരാർ ജീവനക്കാരനുണ്ട്. കൂടാതെ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ നിരീക്ഷണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. கவர்மெண்ட்டில் இந்த மாதிரி எங்களுக்கு வந்து தங்கறதுக்கு வெயிட் பண்ணுறதுக்கு ரெஸ்டாரண்ட் ரூமு ஏசி ரூம்லாம் பண்ணியிருக்காங்க. ரொம்ப சந்தோஷமாக இருக்குது. நாங்கள் இதுக்கு முன்னாடி வந்து ஸ்விக்கி ஓட்டிட்டு ஆர்டர் இல்லாமல் வெயிட் பண்ணும்போது ரெஸ்டாரண்ட்டு, பிள்ளையார் கோயில், பார்க்கு, ரோடு ஓரத்தில் மரத்தெல்லாம் உட்காந்துருப்போம். இப்போ இந்த மாதிரி வந்திருக்கிறது ரொம்ப സന്തോഷமாக இருக்குது, നല്ലതും இருக்குது. ചെന്നൈയിൽ വനിതാ ഫുഡ് ഡെലിവറി ജീവനക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് അണ്ണാ നഗറിലും KK നഗറിലുമെന്നാണ് നഗരസഭയുടെ മുന്നിലെ കണക്കുകൾ. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ 2 ഇടങ്ങൾ തിരഞ്ഞെടുത്തത്. അസംഘടിത മേഖലകളിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കണമെന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ ഈ പുതിയ സംവിധാനം കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ചെന്നൈ അണ്ണാ നഗറിൽ നിന്ന് SK പ്രസാദിനൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.